ഹലോ എവരി വൺ ഗുഡ് ഈവനിങ് ഓൾ. ഓക്കെ, എന്റെ പേര് വിപുൽ. പാലക്കാട് ജില്ലയിലെ ആലത്തൂരാണ് വീട്. ഞാനൊരു ഡിഗ്രി സ്റ്റുഡന്റ് ആണ്. അതോടൊപ്പം തന്നെ ട്രെയിനർ ബാച്ച് എട്ടാമത്തെ ഒരു ബാച്ചിലോട്ട് ആള് പോയി. വിംബിൾ അക്കാദമിയുടെ കീഴിൽ എല്ലാ ദിവസവും അല്ലെങ്കിൽ നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു വെബിനാർ സീരീസ് ആണ് ട്രെയിനേഴ്സ് ടോക്ക്. അത് ഇന്ന് നടക്കുന്ന ഒരു 12ാമത്തെ ബാച്ച്. അതുപോലെ തന്നെ നമുക്ക് അറിയാം, ഒരു ട്രെയിനർ കോഴ്സ് പൂർത്തീകരിച്ചവരാണ് ഇതില് എന്താ പറയാ അവതാരകയായിട്ട് എത്തുന്നത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഈ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കിൽ എത്രത്തോളം നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഇതിപ്പോ പറയാം, കമ്മ്യൂണിക്കേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഈസ് ദ ബെസ്റ്റ് സ്കിൽ എവർ എന്നാണ്. കാരണം നമുക്കിപ്പോ ജോബിലാണ് ശരി, ശരിയല്ല, ഇപ്പോ ഒരു യങ് ഏജ് അല്ലെങ്കിൽ സ്റ്റുഡൻസിന്റെ ആ ഒരു കാലഘട്ടം മുതലേ നമ്മൾ ഇംപ്രൂവ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ അത് ഒരു സ്റ്റുഡന്റ് കാലഘട്ടത്തിൽ ഈ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. അപ്പോൾ ജോബിലാണ് ശരി, നമ്മൾ ആളുകളായിട്ടൊക്കെ ഇന്ററാക്ട് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഒരു ജോബ് കഴിഞ്ഞിട്ട് ഒരു റിലേഷൻഷിപ്പ് ആയ ഒരു പാർട്ട്ണറായ അവിടെ ഏതൊരു റിലേഷൻഷിപ്പ് ആണ്, ഇപ്പോ വൈഫ് പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ നമ്മുടെ ഫാമിലി, ഫാദർ മദർ, അങ്ങനെ ആരും ആയിക്കോട്ടെ, ഏറ്റവും ഇമ്പോർട്ടന്റ് ഒന്നാണ് കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഞാൻ പറയാൻ കാരണം വേറെ ഒന്നല്ല, നമുക്ക് ഈ ഒരു അവസരം നമുക്ക് നമ്മളെ പൈസ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മുൻപിട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇവിടെ ഒന്ന് ഒത്തുചേർന്നിരിക്കണം. അതോടൊപ്പം തന്നെ ഇന്നത്തെ സെഷൻ എടുക്കുന്നത് പ്രജുള പ്രസാദ് മാം. അവർ ഒരു ഹയർ സെക്കൻഡറി അധ്യാപിക കൂടി. അതോടൊപ്പം തന്നെ അവരെയും അതുപോലെ പങ്കെടുക്കുന്ന എല്ലാവരെയും കൃത്യമായി സ്വാഗതം ചെയ്യും. അതോടൊപ്പം തന്നെ വിംബിൾ അക്കാദമിയുടെ മാസ്റ്റർ ട്രെയിനറുമായ അതുപോലെ ഡയറക്ടറുമായ ഫൈസു തന്നെ രണ്ടു വാക്ക് സംസാരിക്കും. ശരി. ഓക്കെ, താങ്ക് യു വിപുൽ. വളരെ നന്നായിട്ട് തന്നെ ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. ഹലോ ഓൾ. സോ ട്രെയിനേഴ്സ് ടോക്കിന്റെ അടുത്ത ഒരു എപ്പിസോഡിലാണ് നമ്മൾ സംബന്ധിച്ചിട്ടുള്ളത്. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, ട്രാൻസാക്ഷണൽ അനാലിസിസ്. ഒരുപക്ഷെ കുറെ ആളുകളൊക്കെ കേട്ടിട്ടുണ്ടാകും, ചില ആളുകൾ പുതുതായിട്ട് അറിയുന്നവരും ഉണ്ടാകാം. സോ ഇന്നത്തെ ഒരു ട്രാൻസാക്ഷൻ അനാലിസിസ് എന്നുള്ള വളരെ പ്രസക്തമായിട്ടുള്ള ഒരു വിഷയത്തിൽ ടോപ്പിക് അവതരിപ്പിക്കുന്നത് നമ്മുടെ പ്രജുല മാം ആണ്. പ്രജുല മാം ഒരു ടീച്ചർ കൂടിയാണ്. സോ വളരെ ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഒരു വിഷയത്തെ കുറിച്ച് അറിയാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മളിവിടെ ഒരുക്കുന്നത്. സോ പ്രജുല മാമിനെ ഈ ഒരു സെഷൻ ലീഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്വാഗതം ചെയ്യാണ്. അതേപോലെ തന്നെ ഒരിക്കൽ കൂടി എല്ലാവരെയും ഇന്നത്തെ ഈ ഒരു ടോക്ക് സീരീസിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സോ ഓവർ ടു പ്രജുല മാം. പ്രജുല മാം, പ്ലീസ്. താങ്ക് യു സർ. സന്തോഷം ഒരുപാട് ഇങ്ങനെ ഒരു വേദി കിട്ടിയതില്. സർ കേൾക്കുന്നുണ്ടോ? ഞാൻ പറയുന്നത് എല്ലാവർക്കും ഓഡിബിൾ ആണോ? യെസ്, ഓഡിബിൾ ആണ്, അതേപോലെ തന്നെ കാണാം. അപ്പോ സാറ് പറഞ്ഞതുപോലെ തന്നെ ഞാൻ ഒരു ടീച്ചറാണ്, ഹയർ സെക്കൻഡറിയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നുള്ളൊരു വിഷയത്തെ കുറിച്ച് ഒരു വലിയ ടോപ്പിക്കാണ്. അതിനെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ തരാം എന്ന് വിചാരിച്ചിട്ടാണ്. ഇത് നമ്മളിപ്പോ സൈക്കോളജി ഒരുപാട് പഠിക്കണം എന്നൊന്നുമില്ല. ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഏതൊരു സാധാരണക്കാരനും നമുക്ക് ഒരു അപ്ലിക്കേഷൻ ലെവലിലുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. ഞാൻ 10th ബാച്ചില് നമ്മുടെ ട്രെയിനേഴ്സ് ട്രെയിനിങ് കോഴ്സിലെ 10th ബാച്ചില് ആണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷം സാറെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാനും ഇങ്ങനെയുള്ള ഈ ഒരു പ്ലാറ്റ്ഫോം കിട്ടിയതിലും ഒരുപാട് സന്തോഷം. എന്തായാലും നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം അല്ലേ സർ? അപ്പോ സാറ് പറഞ്ഞ പോലെ തന്നെ ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച് സാധാരണക്കാർ കേൾക്കാൻ സാധ്യത കുറവാണ്. എന്നാൽ സൈക്കോളജിയായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാര് കേട്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു വാക്കുകൂടിയാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറയുന്നത്. TA എന്നുള്ള ഒരു ചുരുക്കപ്പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. 1957 കനേഡിയൻ സൈക്യാട്രിസ്റ്റ് ആയ റിക് ബേൺ ആണ് ഈ ഒരു ഫിലോസഫി മുന്നോട്ട് വെച്ചത്. ഇതൊരു ഫിലോസഫി എന്നുള്ള ഒരു ഇതിനെ ചുരുക്കാൻ പറ്റില്ല. ഇതൊരു തെറാപ്പി മെത്തേഡ് കൂടിയാണ്. ഈ ഒരു ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന് പറഞ്ഞാല്, അതായത് ശരിക്കും ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എങ്ങനെയാണ് ഈ ഒരു ട്രാൻസാക്ഷണൽ അനാലിസിസ് അറിയാതെ നമ്മളൊരു പാരന്റിങ്ങിലേക്ക് കടക്കുക?
അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ എഫക്റ്റീവായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ കഴിയാം എന്നെല്ലാം പലപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞു എന്താണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്ന്. അതാ കൊണ്ടുവന്നത് എറിക് ബേൺ ആണ്. 1957 അദ്ദേഹം ഒരു കനേഡിയൻ സൈക്യാട്രിസ്റ്റ് ആണ് എന്ന് പറയും. ഇനി എന്തിനാണ് ട്രാൻസാക്ഷണൽ അനാലിസിസ് എന്നാണ്? ഇതൊരു പാരന്റിങ് ടൂൾ ആണെന്ന് പറഞ്ഞു. പാരന്റിങ് ടൂളാണ്. അതേപോലെ തന്നെ ഇത് എവിടെയൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ആവശ്യമുണ്ടോ, കമ്മ്യൂണിക്കേഷൻ ആവശ്യമില്ലാത്ത മേഖലകളില്ല എന്ന് തന്നെ പറയാം അല്ലെ. അതൊരു നമ്മുടെ പ്രൊഫഷണൽ ഫീൽഡ്, ഏത് പ്രൊഫഷനും ആയിക്കോട്ടെ, അതേപോലെ തന്നെ നമ്മളുടെ ഫാമിലി അല്ലെ, നമ്മളിപ്പോ ഒരു മാരീഡ് ഒരു ലൈഫ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു പാരന്റ് ആണെങ്കിലും കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് ട്രാൻസാക്ഷണൽ അനാലിസിസിന്റെ പകുതി എന്ന് പറയുന്നത്. കൃത്യമായിട്ട് എങ്ങനെ എഫക്റ്റീവായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമുക്ക് ട്രാൻസാക്ഷൻ അനാലിസിസ് പറഞ്ഞു തരുന്നത്. ഇനി രണ്ടാമത്തെ പകുതി എന്ന് പറഞ്ഞാല് നമ്മുടെ ഒരു ട്രാൻസ്ഫർമേഷൻ ആണ്. നമ്മളിൽ എങ്ങനെ ട്രാൻസ്ഫർമേഷൻ ഉണ്ടാക്കാം എന്നുള്ള കാര്യമാണ്. നമുക്ക് ഒരു വളരെ വിശദമായിട്ടൊന്നും പറയാൻ കഴിയില്ല, അത് ഒരു വലിയ ടോപ്പിക്കാണ്. പക്ഷെ നമുക്ക് ഏകദേശം ഒരു ധാരണ ഇന്ന് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഉണ്ടാക്കണം എന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഇനി ഞാൻ എങ്ങനെയാണ് ഈ ഒരു ടോപ്പിക്കിലേക്ക് വന്നത് എന്നുള്ളൊരു കാര്യം ഒന്ന് ചുരുക്കി പറയാൻ ആഗ്രഹിക്കുകയാണ്. അതായത് പലപ്പോഴും എൻ്റെ പെരുമാറ്റം പല ഒരു ക്രിറ്റിസിസത്തിന് വിധേയമായിട്ടുണ്ട്. അതായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരു ടീച്ചർ എന്ന് പറയുമ്പം നല്ല ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ഒരു ടീച്ചറായിരുന്നു. കുട്ടികളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, ഞാൻ ക്ലാസ്സിലേക്ക് വന്ന കുട്ടികളൊക്കെ വളരെ ഡിസിപ്ലിൻഡ് ആവും, അവർ വളരെ അച്ചടക്കമുള്ള. എൻ്റെ വിചാരം എന്താ വെച്ചാൽ, നമ്മൾ വളരെ കുട്ടികളോടൊരു ഒരു കോണ്ടാക്ട് സ്ഥാപിച്ചു അല്ലെങ്കിൽ അവരോട് ഒരു ചങ്ങാത്തം സ്ഥാപിച്ചു കഴിഞ്ഞാല് കുട്ടികള് നമ്മളെ അനുസരിക്കില്ല, നമ്മളെ തലേ കയറും എന്നുള്ള ഒരു ധാരണയായിരുന്നു. അതുകൊണ്ട് തന്നെ കുട്ടികളോട് ഒരുപാട് സ്നേഹമാണ്, പക്ഷെ അവരൊരു ഡിസ്റ്റൻസിലേ നമ്മൾ നിർത്തുള്ളൂ. എന്നാലും കുട്ടികൾക്ക് തിരിച്ചും സ്നേഹമാണ്, പക്ഷെ എപ്പോഴും ആ ഒരു ഡിസ്റ്റൻസ് നിന്നിരുന്നു. പിന്നെ പലപ്പോഴും നമ്മുടെ പെരുമാറ്റം പലരും വിമർശിക്കുമ്പോൾ എന്താണ് ഇതിനൊക്കെ കാരണം എന്ന് വല്ലാത്തൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു. എന്താണ് പെരുമാറ്റം, നമ്മൾ എന്തിനനുസരിച്ചാണ് പെരുമാറുന്നത്? ചിലരാണെങ്കിൽ വളരെ സോഷ്യലാണ്, ചിലർ ഇൻട്രോവേർട്ടാണ്, ചിലർക്ക് നന്നായിട്ട് ബിഹേവ് ചെയ്യാൻ കഴിയും. അപ്പൊ എന്താണ് ഇതിന്റെയൊക്കെ ഒരു അടിസ്ഥാനം എന്നുള്ള ശക്തമായ ചിന്ത എൻ്റെ അടുത്ത് വന്നപ്പോ ഈ TA അല്ലെങ്കിൽ ട്രാൻസാക്ഷൻ അനാലിസിസ് എൻ്റെ അടുത്തേക്ക് വന്നതാന്ന് പറയാം. ഒരു യൂട്യൂബ് വീഡിയോയിലൂടെ ഞാനൊരു TA ക്ലാസ് കാണുകയും അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് ശേഖരിക്കുക, അതിന് നല്ല ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയ അതുപോലെ നല്ല ബുക്സ് വായിക്കാൻ പറ്റി. അങ്ങനെ TA ശേഷമുള്ള ഞാൻ, TA മുന്നേയുള്ള ഞാൻ, അതായത് ബൂസ്റ്റ് കുടിച്ചതിന് ശേഷമുള്ള ഞാൻ, ഇല്ലാത്തപ്പോഴുള്ള ഞാൻ, അങ്ങനെ ഭയങ്കര ഒരു ഡിഫറൻസ് ആണ് TA എന്ന് പറയുമ്പോൾ. ആ ഒരു വ്യത്യാസം എൻ്റെ ലൈഫിൽ ഉണ്ടായപ്പോ, എൻ്റെ ലൈഫിൽ എന്ന് പറയുമ്പം ആസ് എ മദർ, അതായത് പാരന്റിങ്ങില്, അതേപോലെ എൻ്റെ ഫാമിലി ലൈഫില്, അതേപോലെ എൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ, ഇതിലെല്ലാം TA ഉണ്ടാക്കിയ ഒരു ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് തന്നെ എന്നിൽ ഉണ്ടാക്കിയ ഇത്രയും വലിയൊരു മാറ്റം മറ്റുള്ളവർക്ക് കൂടെ ഉപകാരപ്പെടട്ടെ എന്നൊരു ശക്തമായ ഒരു ചിന്ത എൻ്റെ അടുത്ത് വന്നപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലാസ് എടുക്കാം എന്നൊരു തീരുമാനത്തിലെത്തിയത്. അപ്പോൾ TA കുറിച്ച് നിങ്ങളോട് അതിന്റെ ഡീറ്റെയിൽസ് പങ്കുവെക്കാൻ ഒരുപാട് സന്തോഷമാണ്. എന്തായാലും ഇതാണ് ഒരു മുഖവുര എന്നുള്ള നിലയ്ക്ക് TA കുറിച്ച് പറയാനുള്ളത്. എന്താണ് TA, എന്തിനാണ് TA, ഞാൻ എങ്ങനെയാണ് TA എത്തിയിട്ടുള്ളത്. ഇനി നമുക്ക് TA കടക്കാം. അതായത് നമ്മള് പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ ഭാര്യ എന്താണ് ഇങ്ങനെ, എൻ്റെ ഭർത്താവ് എന്താ ഇങ്ങനെ, എൻ്റെ കുട്ടികൾ എന്താ ഇങ്ങനെ, എൻ്റെ ഫാദറും മദറും എന്താ ഇങ്ങനെ, ഇവർക്കൊന്ന് നന്നായിക്കൂടെ അല്ലെ, ഇവരെ പെരുമാറ്റം എന്താ ഇങ്ങനെ, ഞാൻ വിചാരിക്കുന്ന പോലെ അല്ലല്ലോ, ഞാൻ ഇഷ്ടപ്പെടുന്ന പോലെ അല്ലല്ലോ ഇവര് എന്നോട് പെരുമാറുന്നത്, എന്തുകൊണ്ടാ അവരങ്ങനെ പെരുമാറുന്നേ? പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഞാൻ എന്താ ഇങ്ങനെ അല്ലെ. നമ്മൾ പലപ്പോഴും കുട്ടികളോട്, പലരോടാണെങ്കിലും നമ്മൾ ദേഷ്യപ്പെട്ട് അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻ പ്രകടിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് വേണ്ടായിരുന്നു എന്ന് തോന്നാം അല്ലെ. പലപ്പോഴും നമ്മുടെ ഇമോഷൻ നമ്മളെ കയ്യിലല്ല, നമ്മുടെ താക്കോല് നമ്മൾ മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് വ്യക്തികളുടെ ആവാം, സാഹചര്യങ്ങളുടെ ആവാം. മറ്റുള്ളവർ ദേഷ്യം പിടിപ്പിച്ചാൽ ഞാൻ ദേഷ്യം പിടിക്കും, മറ്റുള്ളവർ സന്തോഷിപ്പിച്ചാൽ ഞാൻ സന്തോഷിക്കും അല്ലേ. അപ്പൊ കൃത്യമായിട്ട് നമ്മുടെ റിമോട്ട് മറ്റുള്ളവരുടെ കയ്യിലാണ്. ഇനി പക്ഷെ TA നമുക്ക് തരുന്ന ഒരു നേട്ടം എന്താണെന്ന് വെച്ചാൽ,
നമ്മുടെ കീ നമ്മുടെ കയ്യിൽ തന്നെയാവും. വേറൊരു കാര്യം കൂടെ, മറ്റുള്ളവരുടെ കീ കൂടെ നമ്മുടെ കയ്യിലാവും. അതാണ് തീയതി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളൊരു സ്വിച്ച് വെക്കുമ്പോ മറ്റുള്ളവർ അതേപോലെ പെരുമാറുന്നു. എന്ത് രസമായിരിക്കും അല്ലെ? ആ ഒരു സ്വാതന്ത്ര്യമാണ് നമുക്ക് ടി എ തരുന്നത് കേട്ടോ. ടി എൽ ഒരുപാട് ടെക്നിക്കൽ ടേംസ് ഉണ്ട്, ഒരുപാട്, അതൊന്നും നമുക്ക് ആവശ്യമില്ല. എന്നാലും പല ടേംസും പറയാതെ നമുക്ക് മുന്നോട്ട് പോകാനും പറ്റില്ല. അപ്പൊ ടി എ നമ്മുടെ ലൈഫ് കുറെ സ്മൂത്ത് ആക്കും. ഞാൻ ഒരുപാട് സസ്പെൻസ് പറയുന്നില്ല. എന്നാലും നമുക്കിപ്പോ ഒരാളുടെ മനസ്സ് കാണാൻ പറ്റി എങ്ങനെ ഉണ്ടാവും? നമ്മുടെ ഫിസിക്കലി നമ്മളെ ബോഡീനെ കുറിച്ച് നമ്മൾ ഒരുപാട് ബോധേഡാണ് അല്ലെ? ചെറിയ ക്ലാസ്സുകൾ മുതൽ നമ്മൾ പഠിക്കുന്നതാണ് നമ്മുടെ ബോഡിയുടെ സ്ട്രക്ചർ, എല്ലാ കാര്യങ്ങളും. നമ്മൾ ആരോഗ്യപരമായിട്ട് വളരെ നമ്മുടെ ഡയറ്റിലും എല്ലാം ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ മനസ്സിന്റെ ആരോഗ്യത്തെ കുറിച്ച് നമ്മൾ എത്രത്തോളം ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ചോദ്യം. മനസ്സും ശരീരവും ഒരുപാട് ബന്ധമാണ്. സൈക്കോസൊമാറ്റിക് ഡിസീസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ. മനസ്സിന്റെ ആരോഗ്യം ശരീരത്തെയും, ശരീരത്തിന്റെ ആരോഗ്യം മനസ്സിനെയും ബാധിക്കുന്നുണ്ട്. അപ്പോ ഒരാളുടെ മനസ്സിനെ കാണാൻ പറ്റി എങ്ങനെ ഉണ്ടാവും? നമ്മൾക്ക് ഒരാളെ കാണുമ്പോൾ അല്ലെ അയാളെ ശരീരം കാണാം, നമ്മൾ അങ്ങനെ ആ ഒരു പേഴ്സണാലിറ്റി ഒക്കെ നമ്മൾ അസസ് ചെയ്യും. പക്ഷെ ഒരാളുടെ മനസ്സിനെ കാണാൻ പറ്റി എങ്ങനെ ഉണ്ടാവും എന്നുള്ളതാണ് ടി എ പറയുന്നത്. അതായത് ഒരു വ്യക്തിയില് ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാല്, ഇനി വ്യക്തികളെ കാണുമ്പോഴൊക്കെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുക. വ്യക്തികളെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ അയാളിൽ 3 മാനസിക ഭാവങ്ങൾ കാണാൻ പറ്റും. ഒന്ന് പാരന്റ് ആണ്. പാരന്റ് എന്ന് പറഞ്ഞാല് നമ്മളുടെ പാരന്റ്സിൽ നിന്നോ അല്ലെങ്കിൽ പാരന്റ്സിന് തുല്യമായിട്ടുള്ള ആൾക്കാരുണ്ടാവും, അവരിൽ നിന്നോ നമ്മൾ കോപ്പി ചെയ്യുന്ന മൂല്യങ്ങള്, മനോഭാവങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പാരന്റ് ഈഗോ സ്റ്റേറ്റ് എന്നാണ് ഇതിന് പറയാ. പാരന്റൽ ഈഗോ സ്റ്റേറ്റിൽ വരുന്നത്. ഇത് എപ്പോഴാണ് നമ്മൾ കോപ്പി ചെയ്യുക? നമ്മൾ ജനിച്ച് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കോപ്പി ചെയ്യാൻ തുടങ്ങും. നമ്മൾ പേഴ്സണാലിറ്റി ഒക്കെ ഒരു 6 വയസ്സാകുമ്പോഴേക്കും ഫോം ചെയ്യും. അതിനകത്ത് നമ്മൾ ഈ ഒരു സ്വഭാവങ്ങളൊക്കെ, മൂല്യങ്ങളും മനോഭാവങ്ങളൊക്കെ കോപ്പി ചെയ്യാൻ തുടങ്ങും അല്ലെ? പല നിർദ്ദേശങ്ങളൊക്കെ നമുക്ക് കിട്ടും. അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇതൊക്കെ നമ്മൾ അതേപോലെ നമ്മളെ പാരന്റ്സ് അല്ലെങ്കിൽ അവർക്ക് തുല്യരായ ആളിൽ നിന്ന് കോപ്പി ചെയ്യും. അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. അതേപോലെ നമ്മുടെ ഉള്ളിൽ ഒരു അഡൾട്ട് ഉണ്ട്. അഡൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് പലപ്പോഴും യുക്തിപരമായിട്ട് നമ്മൾ പെരുമാറാറുണ്ട് അല്ലെ? യുക്തിപരമായിട്ട് കൃത്യമായിട്ടൊരു സൊല്യൂഷനിലേക്ക്, ഒരു പ്രശ്നത്തിന്റെ ഒരു പരിഹാരം കാണാനും വളരെ അങ്ങനെ യുക്തിപരമായിട്ടുള്ള ചിന്തിക്കുന്ന ഒരാൾ നമ്മുടെ ഉള്ളിലുണ്ട്. അതാണ് അഡൾട്ട് അല്ലെങ്കിൽ പക്വതാഭാവം എന്ന് പറയും. ഇനി നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട് അല്ലെ? ഒരു കുട്ടിയുണ്ട്. കാരണം ഞാനൊരു കഥ പറയാം എന്ന് പറഞ്ഞാണ് ഞാൻ ഇവിടെ തുടങ്ങുന്നതെങ്കിൽ പറയൂ എന്നിട്ട് സൂക്ഷിച്ച് നമ്മളെല്ലാം ശ്രദ്ധിച്ചിരിക്കും അല്ലെ? അതാരാണ്? കഥ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് കുട്ടിയാണ്. അപ്പൊ നമ്മുടെ ഉള്ളിലൊരു കുട്ടിയുണ്ട്. അപ്പൊ സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒരാളുടെ ഉള്ളിൽ ഒരു പാരന്റ് ഉണ്ട്, ഒരു അഡൾട്ട് ഉണ്ട്, ഒരു ചൈൽഡ് ഉണ്ട്. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഈ 3 എണ്ണം ഒന്നുകൂടി ഡിവൈഡ് ചെയ്യാൻ പറ്റും. പാരന്റ് 2 വിധമുണ്ട്. അതായത് ഒന്ന് ക്രിട്ടിക്കൽ പാരന്റ് എന്ന് പറയും. എന്തിനും വിമർശിക്കുന്ന, ചീത്ത പറഞ്ഞ് നന്നാക്കുന്ന, കറക്റ്റ് ചെയ്യാൻ നടക്കുന്ന ഒരു പാരന്റ് ഉണ്ട് നമ്മുടെ ഉള്ളില്. അതേപോലെ വാത്സല്യഭാവമുള്ള ഒരു പാരന്റ് ഉണ്ട് ഇല്ലേ? വാത്സല്യഭാവം, വളരെ വാത്സല്യത്തോടെ ചേർത്ത് പിടിക്കുന്ന ഒരു ഭാവമുണ്ട്. ആ പാരന്റ് 2 വിധമുണ്ട്. അതിന് വാത്സല്യഭാവമുള്ളതിനെ നർച്ചറിങ് പാരന്റ് എന്നും ഒരു വിമർശന ഭാവമുള്ളതിനെ ക്രിട്ടിക്കൽ പാരന്റ് എന്നും പറയും. അഡൾട്ട് ഒന്നേ ഉള്ളൂ. ചൈൽഡ് ജനിക്കുമ്പോ എല്ലാ കുട്ടികളും അല്ലെ, കുട്ടികളുടെ കണ്ണ് നോക്കിയാൽ മതി, നല്ല മീനിന്റെ കണ്ണിൽ നോക്കുന്ന പോലെയാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടോ കുട്ടികളുടെ കണ്ണ് അല്ലെ? വളരെ ക്യൂരിയോസിറ്റിയാണ്, എന്തും അറിയാനുള്ള ഒരു ഭാവമാണ് കുട്ടികളുടെ കണ്ണ്. നമ്മുടെ കണ്ണ് നോക്കിയാലോ ചത്ത മീനിന്റെ കണ്ണാണ് അല്ലെ? അതേപോലെ ഒരു ഭാവമാണ് നമുക്ക്. അപ്പൊ ആ ഒരു ക്യൂരിയോസിറ്റി കുഞ്ഞിലുണ്ടാവും. ആ കുഞ്ഞ് വളരെ നമുക്കറിയാം, ഒരു 2 വയസ്സായ കുഞ്ഞിന്റെ അടുത്ത് നിന്നൊക്കെ എന്തെങ്കിലും ഒരു സാധനം വാങ്ങണമെങ്കിൽ നമുക്ക് കുറച്ച് കഷ്ടപ്പാടുണ്ടാവും, തരില്ല. വളരെ സ്വാർത്ഥനാണ്. അതോടൊപ്പം തന്നെ അത് കുഞ്ഞിന്റെ സർവൈവലിന് വേണ്ടിയിട്ടാണ്. അതോടൊപ്പം തന്നെ കുഞ്ഞ് എന്തും അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, വളരെ ഫ്രീ ആണ്. പക്ഷെ അങ്ങനെ ഒരു ഫ്രീ ആയിട്ടൊരു കുട്ടി വളർന്നു വന്നു കഴിഞ്ഞാൽ സൊസൈറ്റിയിൽ ജീവിക്കാൻ പ്രയാസമാണ്. അതുകൊണ്ട് പാരന്റ്സോ മറ്റുള്ളവര് എന്ത് ചെയ്യും? കുഞ്ഞിനെ സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് ഒന്ന് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. അതിന്റെ ഫലമായിട്ട് ഈ ഫ്രീ ചൈൽഡ് എന്നുള്ള ഭാവം അഡാപ്റ്റഡ് ചൈൽഡ് ആയിട്ട് മാറും. അഡാപ്റ്റഡ് ചൈൽഡ് 2 തരമായിട്ട് നമുക്ക് പറയാൻ പറ്റും. ഒന്ന് റിബലിയസ് ചൈൽഡ് ആണ്. പാരന്റ് എന്ത് പറഞ്ഞാലും അതിനെ എതിർക്കുന്ന ഒരു സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. അത് നമുക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണെങ്കിൽ നമ്മൾ അതിനെ എതിർക്കും. അത് വേണം, ആവശ്യമാണ്. അതേപോലെ നമ്മളുടെ ഉള്ളില് ഒരു കംപ്ലൈന്റ് ചൈൽഡ്. കംപ്ലൈന്റ് എന്ന് പറയുമ്പോൾ കംപ്ലൈന്റ് പറയുന്ന ചൈൽഡ് എന്ന് വിചാരിക്കരുത്, ഇത് അനുസരണ കുട്ടിയാണ്. അതായത് സാധാരണ ഫ്രീ ചൈൽഡിനെ മെരുക്കാൻ ശ്രമിക്കുന്നതിന്റെ, സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് അഡാപ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിന്റെ ഫലമായിട്ട് 2 ആയിട്ട് മാറും. ഒന്ന് ഫ്രീ ചൈൽഡ് ഒന്ന് അനുസരണ കുട്ടിയായിട്ട് മാറും, അല്ലെങ്കിൽ വഴക്കാളി കുട്ടി അല്ലെങ്കിൽ റിബലിയസ് ചൈൽഡ് ആയിട്ട് മാറും.
അങ്ങനെ സൂക്ഷിച്ചു നോക്കുകയാണെങ്കിൽ ഒരാളുടെ ഉള്ളിൽ 5 ഭാവങ്ങളുണ്ട്. പാരന്റ് 2 ക്രിട്ടിക്കൽ പാരന്റ്, നർച്ചറിങ് പാരന്റ്, അഡൾട്ട് 1, ചൈൽഡ്, ഫ്രീ ചൈൽഡിനെ അഡാപ്റ്റഡ് ചൈൽഡ് ആക്കുമ്പോൾ 2 മാറും. 1 അനുസരണ കുട്ടിയാണ്, 1 വഴക്കാളി കുട്ടിയാണ്. അപ്പോ രണ്ടുപേര് സംസാരിക്കുമ്പോൾ ശരിക്കും ഒരാളിലെ 5 ഭാവവും മറ്റേ ആളിലെ 5 ഭാവവുമാണ് സംസാരിക്കുന്നത്. ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് കൃത്യമായിട്ട് ടിഎ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോ ഈ കാര്യങ്ങളൊന്നും അറിയാതെ നമ്മൾ എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക? ഒരാളിൽ ഒരു ഭാവം ഉണരുമ്പോൾ മറ്റേ ആളിൽ ഏത് ഭാവം ഉണരുന്നു എന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് അതിനനുസരിച്ച് ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അപ്പോ ഇതില് ഒരു കാര്യമാണ്, ഏത് വികാരത്തിലാണോ നമ്മൾ പെരുമാറുന്നത് തിരിച്ച് അതേ വികാരം നമ്മൾ പ്രതീക്ഷിച്ചാൽ മതി. അതായത് നമ്മൾ വളരെ ദേഷ്യത്തോടെ പെരുമാറി മറ്റേ ആള് വളരെ സ്നേഹത്തോടെ പെരുമാറണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അയാൾക്ക് വട്ടായിരിക്കണം, അല്ലെങ്കിൽ അയാൾ ടിഎ പഠിച്ച ആളായിരിക്കണം എന്നാണ് പറയുക. അപ്പോ ഈ കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, അപ്പോ ഈ ഒരാൾ സംസാരിക്കുമ്പോൾ 5 ഭാവങ്ങൾ, മറ്റേ ആൾ സംസാരിക്കുമ്പോൾ 5 ഭാവങ്ങൾ. ഇതിൽ ഒരു ഭാവം ഉണരുമ്പോ ഞാൻ 1-2 എക്സാമ്പിൾ മാത്രം പറയുകയാണ്. ഒരാള് നർച്ചറിങ് ചൈൽഡ് ആയിട്ട്, അതായത് വാത്സല്യ ഭാവത്തോടെ പെരുമാറുമ്പോ മറ്റേ ആള് ഫ്രീ ചൈൽഡാണ് അയാൾ ഉണരുക. അതായത് വളരെ സന്തോഷമുള്ള ഒരു ഭാവം. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒരാൾ ക്രിട്ടിക്കൽ ചൈൽഡ് ആയിട്ട് പെരുമാറുമ്പോ മറ്റേ ആളിൽ അഡാപ്റ്റഡ് ചൈൽഡ് ആണ് ഉണരുക. അഡാപ്റ്റഡ് ചൈൽഡ് 2 വിധം ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ഒന്ന് അനുസരണ കുട്ടിയാണ്, ഒന്ന് വഴക്കാളി കുട്ടിയാണ്. നമ്മൾ തന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരാൾ ചീത്ത പറയുമ്പോ ഒന്നുകിൽ മറ്റുള്ളവർ എന്ത് ചെയ്യും, അനുസരിച്ച് മിണ്ടാതിരിക്കും. അത് അങ്ങനെയുള്ള സാഹചര്യത്തിലായിരിക്കണം. ഒരു ക്ലാസ്സിൽ ഒരു അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകന് വന്ന് ചീത്ത പറയുമ്പോൾ ഒരു പക്ഷേ കുട്ടികളെല്ലാം മിണ്ടാതിരുന്നേക്കാം. അത് ഒരു അഡാപ്റ്റേഷന്റെ ഭാഗമായിട്ടാണ്. അത് അവിടെ അനുസരണ കാണിക്കണം എന്ന് അവർക്കറിയാം, അല്ലെങ്കിൽ പ്രശ്നമാവും അറിയണോണ്ട് മിണ്ടാതിരിക്കുകയാണ്. അല്ലെങ്കിൽ റിബേലിയസ് ആവും. ചില കുട്ടികൾ അതിന് റിബേലിയസ് ആയിട്ട് വഴക്കിന്റെ രൂപത്തിൽ പ്രതികരിക്കാറുണ്ട്. ആ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് ടിഎ പറഞ്ഞിട്ടുണ്ട്. ഇതാണ് ടിഎന്റെ ഫസ്റ്റ് ഭാഗം എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ ആണ്, എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ മറ്റൊരാളുടെ കീ നമ്മുടെ കയ്യിലാന്ന് ഒരു സംശയവും ഇല്ല. വേറൊരാൾക്കും നമ്മൾ ഇമോഷണലി ഇൻഡിപെൻഡന്റ് ആവും. ഒരാള് എന്ത് പറഞ്ഞാലും ഞാൻ എങ്ങനെ പെരുമാറണം എന്നുള്ളത് എന്റെ തീരുമാനമാണ്. വേറൊരാൾ ദേഷ്യം പിടിപ്പിച്ചാൽ ദേഷ്യം പിടിക്കാനുള്ള ആളല്ല ഞാൻ. എനിക്ക് ദേഷ്യം പിടിക്കണമെങ്കിൽ ഞാൻ ദേഷ്യം പിടിക്കും. ചില സ്ഥലത്തൊക്കെ നമ്മൾ ദേഷ്യം പ്രകടിപ്പിക്കേണ്ട അവസരങ്ങൾ വരും, അല്ലെ? ഒരു കുട്ടിയെ 4-5 പേര് ചേർന്ന് അബ്യൂസ് ചെയ്യണം, നമ്മളത് കാണുന്നു, അല്ലെ? ആ സമയത്ത് കൃത്യമായി നമുക്ക് ദേഷ്യം വരണം. എന്നാലും നമ്മൾ എനർജൈസ് ആയിട്ട് ആ കുട്ടിയെ ഒരു സേവ് ചെയ്യാനുള്ള ഒരു മോഡിൽ നമ്മൾ എത്തുള്ളൂ. അപ്പം വേണ്ട, ദേഷ്യം ഞാൻ പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എല്ലാ ഇമോഷൻ ആവശ്യമാണ്. അതുകൊണ്ട് കൃത്യമായിട്ട് ഈ ഒരു കമ്മ്യൂണിക്കേഷനെ കുറിച്ച്, ഇമോഷനെ കുറിച്ചെല്ലാം ആണ് ടിയുടെ ആദ്യ ഭാഗം പറയുന്നത്. ഒരുപാട് വിശദമായിട്ട് പറയാൻ ഇവിടെ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. നമുക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം. ഇനി ടിയുടെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞു, രണ്ടാമത്തെ ഹാഫിലേക്കാണ് കടക്കുന്നത്. അത് പറയുന്നത് സ്ട്രോക്കിനെ കുറിച്ചാണ്. സ്ട്രോക്ക് എന്ന് പറഞ്ഞാല് നമുക്കറിയാം, ചെറിയ കുഞ്ഞു വാവകളെയൊക്കെ നമ്മൾ എന്താ ചെയ്യുക, എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്ത് കുളിപ്പിക്കും, അല്ലെ? അതെന്തിനാന്നറിയോ? അത് സ്പർശനം, കുട്ടിക്ക് വേണ്ട ഒരു വളരെ ആവശ്യമുള്ള ഒരു സ്റ്റിമുലേഷൻ ആണ് സ്പർശനം എന്ന് പറയുന്നത്. നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളുണ്ട്, അല്ലെ? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്ക്, ചെവി, ഇതിലൂടെ നമുക്ക് കിട്ടുന്ന സ്റ്റിമുലേഷനെയാണ് സ്ട്രോക്ക് എന്ന് പറയുന്നത്. ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ സ്പർശനം, അല്ലെ, അവരെ കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു കാര്യം അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റ് അവരെ പേഴ്സണാലിറ്റിയിൽ ഉണ്ടാവുകയും ചെയ്യും, പാരന്റ്സിന്റെ അടുത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ. ഇനി കുറച്ച് വലുതായി കഴിയുമ്പോൾ ഈ ഒരു സ്പർശനം അത്രത്തോളം സാമൂഹികപരമായ അംഗീകാരം ഇല്ല, എന്നാലും അത് ചെയ്യണം, വേണ്ടെന്നല്ല. എങ്കിലും ആ സമയത്ത് അംഗീകാരമാണ് ആവശ്യം. സ്ട്രോക്ക് അംഗീകാരത്തിന്റെ രൂപത്തിലാണ്. എല്ലാവരും അംഗീകാരത്തിന് വേണ്ടി തന്നെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ഒരു സംശയമില്ല. നമ്മള് പലരും അംഗീകാരം പ്രതീക്ഷിക്കുന്നുണ്ട്. എത്ര ഞാൻ അംഗീകാരം പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ, ഈ സ്ട്രോക്ക് നമുക്ക് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട്, നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്, അല്ലെ? നമുക്ക് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ആലോചിച്ചാൽ അറിയാം, ഇഷ്ടം പോലെ സ്ട്രോക്കുകൾ നമ്മളെ പാരന്റ്സിന്റെ അടുത്തുനിന്നും മറ്റു പല സാഹചര്യത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ സ്ട്രോക്കിന് പലതരത്തില് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. കണ്ടീഷണൽ സ്ട്രോക്ക്, അൺകണ്ടീഷണൽ സ്ട്രോക്ക്, അല്ലെ? കണ്ടീഷണൽ സ്ട്രോക്ക് എന്നാൽ രണ്ടൊരു പാലട്ട അങ്ങോട്ടും ഇങ്ങോട്ടും വേണമെന്ന് പറയും, അല്ലെ? എന്നെ സ്നേഹിച്ചാൽ ഞാൻ സ്നേഹിക്കാം, എന്റെ ഭർത്താവ് ഇങ്ങനെ ആയിരിക്കണം എന്നാൽ ഞാൻ ഇഷ്ടപ്പെടാം, എന്റെ ഭാര്യ എങ്ങനെ ആയിരിക്കണം, എന്റെ മക്കൾ ഇങ്ങനെ ആയിരിക്കണം. നമുക്ക് സങ്കല്പത്തിൽ ഒരു ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, കുട്ടിയുണ്ട്, എല്ലാം ഉണ്ട്. നമ്മളെപ്പോഴും സങ്കല്പത്തിലുള്ള ആ ഒരു കുട്ടി അവരുമായിട്ടും
യഥാർത്ഥ കുട്ടി അല്ലെങ്കിൽ ഭാര്യ, അമ്മ, ഇവരൊക്കെ ആയിട്ട് നമ്മൾ എപ്പോഴും ഇങ്ങനെ കമ്പയർ ചെയ്യും. ഈ കമ്പയർ ചെയ്യുമ്പോൾ വലിയ വിഷയമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു അംഗീകാരത്തിന്റെ രൂപത്തില് നമ്മൾ എപ്പോഴും സാധാരണ നമ്മൾ കണ്ടീഷണൽ സ്ട്രോക്ക് ആണ് കൊടുക്കുക. അൺകണ്ടീഷണൽ സ്ട്രോക്ക്, നീ എന്ത് ചെയ്താലും കുഴപ്പമില്ല, നിന്നെ എനിക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ മക്കളെ ചേർത്ത് പിടിക്കാൻ പറ്റിയാലോ? അതിന്റെ ശക്തി എന്ന് പറയുന്നത് വല്ലാത്തൊരു അവസ്ഥയാണ്. അത് അവരെ അത്രത്തോളം ഉയരത്തിലെത്തിക്കും എന്നുള്ളതാണ് പറയാനുള്ളത്. അൺകണ്ടീഷണൽ സ്ട്രോക്ക്. ഇനി അൺകണ്ടീഷണൽ നെഗറ്റീവ് സ്ട്രോക്ക് ഉണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഒരാളെ നശിപ്പിച്ചു കളയും. അതായത് നീ ഗുണം പിടിക്കില്ല എന്നൊരാളെ പറയുകയാണെങ്കിൽ അത് അത്രത്തോളം പ്രിയപ്പെട്ട ഒരാളിൽ നിന്നാണ് കേൾക്കുന്നത് എങ്കിൽ അത് ശാപം ഫലിക്കുക എന്നൊക്കെ നമ്മൾ പറയും. ശാപം ഫലിക്കുക ഇല്ല എന്നുള്ളതൊക്കെ വേറെ കാര്യം. പക്ഷേ ഈ ഒരു വാക്കിന് ഇതൊരു സ്ട്രോക്കാണ്, അത്രത്തോളം ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം ഇങ്ങനെയുള്ള സ്ട്രോക്കുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, നമ്മൾ വാങ്ങുന്നുണ്ട്. നമ്മളെ പേഴ്സണാലിറ്റി അതിനനുസരിച്ച് രൂപപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ മക്കളുടെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ളവരുടെ പേഴ്സണാലിറ്റി നമ്മൾ രൂപപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു വാക്ക് പറയണമെങ്കിൽ, വേറൊരാളോട് മിണ്ടണമെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കാൻ അവെയറാവും. നമ്മളെ കൊണ്ട് ഒരാള് ഡൗൺ ആവാൻ പാടില്ല. അല്ലെ, പ്രത്യേകിച്ച് നമ്മുടെ മക്കളൊക്കെ പല ക്രിമിനൽ ആയിട്ട് മാറുന്നത് പോലും ഒരു നെഗറ്റീവ് പാരന്റിങ് കൊണ്ടാണ് എന്നുള്ളതാണ് സത്യം. അപ്പോ ഈ പാരന്റിങ്ങിനെ കുറിച്ച് ഒന്നും അറിയാതെ നമ്മൾ എങ്ങനെയാണ് പാരന്റിങ് ചെയ്യുന്നത്? എങ്ങനെയാണ് ടീച്ചേഴ്സ് അറിയാതെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പോട്ടെ, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ശരിക്കും അത്ഭുതമാണ്. അതിന്റെ ഡിഫക്റ്റ് പല ഭാഗങ്ങളിലും കാണുകയും ചെയ്യാം. അപ്പോ സ്ട്രോക്ക് ഇങ്ങനെ കിട്ടുന്ന ഒരുപാട് തരം സ്ട്രോക്കുകൾ ഉണ്ട്. ഞാൻ ജസ്റ്റ് 1-2 പറഞ്ഞിട്ടേ ഉള്ളൂ, സമയപരിമിതി മൂലം. അപ്പൊ ഇങ്ങനെയുള്ള സ്ട്രോക്ക് നമ്മളുടെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യും. ഇത് നമ്മുടെ ലൈഫ് പൊസിഷന്റെ ഡെവലപ്മെന്റിന് കാരണം. ലൈഫ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 തരം നമ്മുടെ ജീവിത നിലപാടുകളാണ് ലൈഫ് പൊസിഷൻ എന്ന് പറഞ്ഞാല്. അതായത് 4 തരം ലൈഫ് പൊസിഷനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പറയാം. ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. ഞാനും കൊള്ളാം, നിങ്ങളും കൊള്ളാം. ഞാനും ഓക്കെയാണ്, നിങ്ങളും ഓക്കെയാണ്. അത് ഒരു വളരെ ആരോഗ്യകരമായ ഒരു നിലപാടാണത്, അല്ലെ? എല്ലാവരെയും അംഗീകരിക്കുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരുമായിട്ട് സഹകരിച്ചു പോകുന്ന ഒരു നിലപാടാണ് ഐ ആം ഓക്കെ, യു ആർ ഓക്കെ. പല എന്താ പറയാ, നമ്മുടെ പ്രൊഫഷണൽ മേഖലകളിൽ, നമ്മുടെ ഫാമിലിയിലൊക്കെ അങ്ങനെയുള്ള ആൾക്കാരെ കാണാം. അവര് വളരെ എല്ലാവരുമായിട്ടും കൂട്ടായിരിക്കും, എല്ലാവരുമായിട്ട് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നവരായിരിക്കും. ചില ആളുകള് ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ. ഇവർക്ക് കിട്ടിയ നെഗറ്റീവ് സ്ട്രോക്കിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ആവുന്നത് എന്നുള്ളത് ആണ്. ഞാൻ അത്ര പോരാ, നിങ്ങളൊക്കെ വലിയ സംഭവമാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ആവും എപ്പോഴും. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ നിലപാടാണെങ്കിൽ. ചിലരാണെങ്കിലോ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനൊരു സംഭവങ്ങളിൽ ഒന്നിനും പറ്റൂല. അങ്ങനെയാണെങ്കിലോ അവർക്ക് ഭയങ്കര സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് ആവും. അവരെല്ലാരും ഭയങ്കര ഡോമിനൻസ്, എല്ലാവരും അടിച്ചമർത്തുന്ന. അവരൊക്കെ നമ്മളെ ഒരു ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ ഏറ്റവും ഹൈ ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എല്ലാവരും അടിച്ചമർത്തുന്ന, അല്ലെങ്കിൽ ജോലി ഒന്നും ഡിവൈഡ് ചെയ്ത് കൊടുക്കാതെ ഇവരെ ഒറ്റയ്ക്ക് ചെയ്യും എല്ലാ കാര്യങ്ങളും. എന്നിട്ട് ഇവരെന്നെ ആകെ സ്ട്രെസ്സിലാവും, ആകെ പ്രശ്നത്തിലാവും. ഇനി ചിലരുണ്ട് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. ഞാനും പ്രശ്നമാണ്, നിങ്ങളും പോരാ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് ഭയങ്കര ഡിപ്രഷനും നിരാശ, സൂയിസൈഡൽ ടെൻഡൻസി ഒക്കെ ആവും. ഇങ്ങനെയുള്ള ജീവിത നിലപാടുകളെ കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ടിയെ. എന്താണ് നമ്മുടെ ജീവിത നിലപാടെന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു, എങ്ങനെ അതിനെ തിരുത്തണം, എന്തൊക്കെ നമുക്ക് ചെയ്യാം എന്നുള്ള കാര്യങ്ങളും പറഞ്ഞിരുന്നു. ലൈഫ് പൊസിഷൻ ഇതാണ് ഒരു രണ്ടാമത്തെ ഒരു ഭാഗം എന്ന് പറയുന്നത്. നമ്മുടെ കിട്ടുന്ന സ്ട്രോക്ക്, അതേപോലെ ലൈഫ് പൊസിഷൻ. ഇനി മൂന്നാമത്തെ ഒരു ഭാഗം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ടിയെ കുറിച്ച് തൽക്കാലം നിർത്താം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് നമുക്ക് കിട്ടുന്ന കുറെ കാര്യങ്ങളുണ്ട്, വിലക്കുകളുണ്ട്. ഇൻജങ്ഷൻ എന്ന് പറയും അതിന്, ഇൻജങ്ഷൻ. അതായത് ഇപ്പോ അരുത് അരുത് അരുത്, അല്ലെ? നമ്മൾ കുറെ അരുതുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ കുറിച്ചൊന്നും നമ്മൾ അവെയർ അല്ല, പക്ഷെ നമ്മുടെ സബ് കോൺഷ്യസിൽ ഇതൊക്കെ ഉണ്ട്. അതായത് ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോ ഈ ഒരു കുഞ്ഞിന്റെ ഡെവലപ്മെന്റ് തുടങ്ങുന്നത് ആ പ്രഗ്നൻസി സ്റ്റേജിലാണ്, അല്ലെ? അതായത് അമ്മയുടെ ഈ പ്രഗ്നൻസിയുടെ ഒരു 13 to 17th വീക്ക് ഓഫ് പ്രഗ്നൻസിയില് അപ്പോ ഈ കുട്ടിയുടെ ബ്രെയിനിന്റെ ന്യൂറോൺ കണക്ഷൻസ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. നമ്മുടെ ഫിംഗർ പ്രിന്റും, എല്ലാ ഫിംഗർ പ്രിന്റും അതേപോലെ നമ്മുടെ ബ്രെയിനിലെ ന്യൂറോൺ കണക്ഷനും അതിന്റെ നോബ്സ് ഒക്കെ ഫുൾ കണക്റ്റഡ് ആണ്. നിങ്ങൾ ബയോമെട്രിക്സ് എന്നൊക്കെ അടിച്ചു നോക്കിയാൽ കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഫുൾ കണക്ഷൻ ആണ്. അപ്പൊ എനിവേ
നമ്മൾ ആ സമയത്ത് അമ്മയുടെ ഇപ്പം നമ്മൾ പറയാറുണ്ട്, പഴയ ആൾക്കാരൊക്കെ പറയാറുണ്ട്, നമ്മൾ ഗർഭാവസ്ഥയിൽ അമ്മ പേടിക്കാൻ പാടില്ല, അല്ലെങ്കിൽ അവർ മാനസികമായിട്ട് സ്ട്രെസ് അടിക്കാൻ പാടില്ല, വളരെ ഹാപ്പി ആയിരിക്കണം അല്ലെ. ഒരു കുഞ്ഞിനെ സ്വീകരിക്കാൻ പോകുന്നതിന്റെ 3-4 മാസം മുന്നേ തന്നെ നമ്മൾ അതിന് തയ്യാറായിരിക്കണം എന്നൊക്കെ പറയുന്നത്. എന്താ കാരണം? പ്രഗ്നൻസിയിൽ കുഞ്ഞിന്റെ ന്യൂറോണിന്റെ ഡെവലപ്മെന്റിന് അമ്മയുടെ മാനസികാവസ്ഥ സ്വാധീനിക്കുന്നുണ്ട്. അപ്പൊ എപ്പോഴാണ് ഈ അരുതുകൾ വരുന്നത്? അവിടുന്ന് തന്നെ തുടങ്ങും. എങ്ങനെ? ഈ അമ്മ ഇപ്പോ ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുന്നില്ല, അപ്പോ ആഗ്രഹിക്കാത്ത സമയത്ത് അമ്മ പ്രഗ്നൻസി സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ പ്രഗ്നന്റ് ആവുകയാണ്. ഇനി അപ്പൊ കുഞ്ഞിന് അറിയാം എന്നെ ഇവിടെ ആവശ്യമില്ല എന്നുള്ള ചിന്ത കുഞ്ഞിലേക്ക് വരുന്നുണ്ട്. അമ്മയും കുഞ്ഞും കണക്റ്റഡ് ആണ് എല്ലാ രീതിയിലും. അതുപോലെ ആൺകുഞ്ഞിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു വീടാണ്, അവിടേക്ക് ഒരു പെൺകുഞ്ഞാണ് ജനിച്ചത്. പ്രത്യേകിച്ചും പലപ്പോഴും ആ ഒരു കാര്യം കുഞ്ഞ് മനസ്സിലാക്കും പല രീതിയിലും, മറ്റുള്ളവരുടെ പെരുമാറ്റത്തിലാണെങ്കിൽ എങ്ങനെയാണെങ്കിലും. അപ്പൊ കുഞ്ഞുണ്ടാക്കുന്ന ഒരു വിലക്ക് ഉള്ളിലുണ്ട്, എന്നെ ഇവിടെ ആർക്കും ആവശ്യമില്ല, അരുത്, നീ ജീവിച്ചിരിക്കരുത് എന്നാണ് കുഞ്ഞുണ്ടാക്കുന്ന ആ ഒരു വിലക്ക്, ഇൻജങ്ഷൻ. പക്ഷെ അതിന്റെ കൂടെ ഒരു പ്രതിവിലക്ക്, അതായത് കൗണ്ടർ ഇൻജങ്ഷൻ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മള് പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് നല്ല ഉപദേശങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കാറുണ്ട് അല്ലെ. അപ്പം ഈ പാരന്റ്സ് കുഞ്ഞിന് കിട്ടുകയാണ്, കഠിനാധ്വാനം വിജയത്തിന് ആവശ്യമാണ്. ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിളാണ് പറയുന്നത്. നമ്മൾ സ്ക്രിപ്റ്റ് ഫോം ചെയ്യണം നമ്മുടെ ജീവിതത്തെ കുറിച്ച്. നമ്മളെല്ലാവരും തിരക്കഥ എഴുതിയിട്ടുണ്ട്. എങ്ങനെ തിരക്കഥ എഴുതുന്നത്? തിരക്കഥ എഴുതാൻ കാരണം ഈ 2 കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് ഈ വിലക്കുകളും പ്രതിവിലക്കുകളും, ഇൻജങ്ഷൻ, കൗണ്ടർ ഇൻജങ്ഷൻ. അപ്പം ഇത് പറഞ്ഞാല് നിന്നെ ഇവിടെ ആവശ്യമില്ല എന്നുള്ള വിലക്ക്, അതോടൊപ്പം തന്നെ കഠിനാധ്വാനി വിജയിക്കും എന്നുള്ളൊരു പ്രതിവിലക്കും കൂടെ കുട്ടിക്ക് കിട്ടിയ, കുട്ടി ഇത് 2ഉം കൂടെ ചേർത്ത് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കും. അതായത് ജീവിക്കണമെങ്കിൽ കഠിനാധ്വാനം ചെയ്താൽ മതി എന്നൊരു സ്ക്രിപ്റ്റാണ് ആ കുട്ടി ഉണ്ടാക്കിയിട്ടുള്ളതെങ്കിൽ ആ കുട്ടി കഠിനാധ്വാനം ചെയ്യും, നന്നായിട്ട് സമ്പാദിക്കും. പക്ഷെ ആ കുട്ടി ജീവിക്കില്ല, ആ കുട്ടി റെസ്റ്റ് എടുക്കില്ല. ആ കുട്ടി വളരെ എന്താ പറയാ, വളരെ അധ്വാനം മൂലം തന്നെ നേരത്തെ ഒരു 19 വയസ്സാകുമ്പോഴേക്കും കുട്ടി, ഒരു 60 വയസ്സാകുമ്പോഴേക്കും കുട്ടിയുടെ ഒരു ജീവിതം കഴിയും എന്നുള്ളതാണ്. അതായത് ആ സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ചെയ്യണം അവിടെ. ഇതുപോലെ നമ്മൾ ഒരുപാട് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സ്ക്രിപ്റ്റ് നമ്മൾ കണ്ടുപിടിക്കണം. എന്തായാലും ഇങ്ങനെയുള്ള സ്ക്രിപ്റ്റ്, ഇത് സ്ക്രിപ്റ്റ് പലതരമുണ്ട്. വിജയികളുടെ അല്ലെങ്കിൽ പരാജിതരുടെ ഉണ്ട്. വിജയികളുടെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. നമുക്ക് നല്ലൊരു ചെറുപ്പം, നമ്മള് അമ്മയുടെ പ്രഗ്നൻസിയിൽ നല്ല മാനസികാവസ്ഥയായിരുന്നു അമ്മയ്ക്ക്, അല്ലെങ്കിൽ നമ്മുടെ ബാല്യകാലം നല്ലതായിരുന്നു, നമ്മുടെ പേഴ്സണാലിറ്റി നല്ലതാണ്, ഐ ആം ഓക്കെ യു ആർ ഓക്കെ എന്നുള്ള കോൺസെപ്റ്റ് ആണ്. ഇതൊക്കെ ആണെങ്കിൽ നമ്മുടെ നല്ല സ്ക്രിപ്റ്റ് ആണ്, നമ്മൾ വിജയിച്ച് ഹയർ ലെവലിലേക്ക് പോകും. പക്ഷെ പരാജിതരുടെ സ്ക്രിപ്റ്റ് ആണ് നമുക്ക് എങ്കിൽ നമ്മൾ ആ സ്ക്രിപ്റ്റ് ശരിയാക്കാൻ വേണ്ടി എന്ത് കാര്യം ചെയ്യും? നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റ് അല്ലേ, അത് തെറ്റാണെങ്കിലും പ്രശ്നമാണെങ്കിലും നമ്മൾ അത് ശരിയാക്കാൻ നടക്കും എന്നുള്ളതാണ്. അതിന്റെ ഫലമായിട്ട് കുറെ ഗെയിമുകൾ നമ്മൾ കളിക്കും. നമ്മുടെ കോൺവെർസേഷൻ എല്ലാം ഗെയിമുകളാണ്. ഇപ്പൊ നേരത്തെ തന്നെ പറഞ്ഞു, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ളൊരു സ്ക്രിപ്റ്റാണ് എൻ്റെ ഉള്ളിൽ ഉള്ളതെങ്കിൽ ഞാൻ ഞാൻ പറയാം, സിബ്ലിംഗ് റൈവലറി തന്നെ പറയാം. ഒരു കുട്ടി ജനിച്ചു, ആ കുട്ടിക്ക് താഴെ ഒരു കുട്ടി ഉണ്ടായി. ഈ കുട്ടിക്ക് സ്വാഭാവികമായിട്ടും മൂത്ത കുട്ടിക്ക് തോന്നും എന്നെ ആർക്കും ഇഷ്ടമല്ല എന്നൊരു ചിന്ത വന്നു എന്ന് വിചാരിക്കാം. ആ കുട്ടി വലുതായി, പലപ്പോഴും ആ കുട്ടി ചെറുതായിരിക്കുമ്പോൾ തന്നെ ഈ കുട്ടീന്റെ ഇമോഷൻസ് ഒക്കെ പ്രകടിപ്പിക്കുമ്പോൾ ഈ പാരന്റ്സ് അധികം ശ്രദ്ധിക്കുന്നില്ല. ആ സമയത്ത് ഈ കുട്ടി എന്ത് ചെയ്യും? വളരെ ദേഷ്യപ്പെടുമ്പോ പാരന്റ്സ് ശ്രദ്ധിക്കും. അപ്പം മനസ്സിലായി, ദേഷ്യപ്പെട്ടു കഴിഞ്ഞാൽ ശരിയാവും എന്നുള്ളൊരു സ്ക്രിപ്റ്റും ഗെയിമും ഇതൊരു ഗെയിമാണ്. ഇതൊക്കെ കഴിഞ്ഞു വന്ന കുട്ടി ഒരു വിവാഹത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആ സമയത്ത് ആ കുട്ടി ഈ ഗെയിം ലൈഫ് ലോങ് തുടരുന്നുള്ളതാണ്. അതോടെ വിവാഹം ഏകദേശം തീരുമാനമാവും. അത് ഈ കുട്ടി ഇവിടെ മാത്രമല്ല, അതിന്റെ പ്രൊഫഷണൽ ലൈഫിലും എല്ലായിടത്തും ഇത് അപ്ലൈ ചെയ്യും ഈ ഒരു സ്ക്രിപ്റ്റ്. ഏത് കാലം വരെ? ഇതിനെ കുറിച്ച് അവെയർ ആവുന്നത് വരെ. നമ്മൾ അവെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് നിർത്താൻ പറ്റും. അപ്പൊ ഇതാണ് സ്ക്രിപ്റ്റ്, നമ്മുടെ സ്ക്രിപ്റ്റ് ആണ്. നമ്മുടെ സ്ക്രിപ്റ്റ് ശരിയാക്കാൻ ഏത് ഗെയിമും നമ്മൾ കളിക്കും. പിന്നെ പറയുന്നത് TA പ്രോഗ്രാമുകളെ കുറിച്ചാണ്. നമ്മൾ പറയുന്നതല്ല കുട്ടികള് ചെയ്യാം, നമ്മൾ ചെയ്യുന്നതാണ് കുട്ടികൾ ചെയ്യുക. കുട്ടികൾക്ക് നല്ലൊരു കഥയൊക്കെ പറഞ്ഞു കൊടുക്കാണ്. ഹരിശ്ചന്ദ്രന്റെ കഥ അല്ലെ, സത്യസന്ധനായിരിക്കണം വളരെ. കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് പുറത്തൊരു കോളിംഗ് ബെല്ല്. ആരാ നോക്കിയപ്പോ പിരിവിന് വന്ന ആൾക്കാരാണ്. എന്താ മോനെ അച്ഛൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്കുന്ന കുട്ടിയൊന്ന് നോക്കും. അപ്പൊ ഹരിശ്ചന്ദ്രന്റെ കഥ നേരെ പോയിട്ട് പറയും പുറത്തു പോയിട്ട്, അച്ഛൻ ഇവിടെ ഇല്ല.
പക്ഷെ കുട്ടി എന്താണ് എടുത്തത്? കളവ് പറയാം, പ്രശ്നമില്ല. പറയുന്നതെല്ലാം അവർ നമ്മളെ കോപ്പി ചെയ്യുന്നതാണ്. ശരിക്കും ബ്ലോട്ടിംഗ് പേപ്പേഴ്സ് ആണ് കുട്ടികള്. അപ്പോ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് TA നമുക്ക് പറഞ്ഞു തരുന്നത്, ട്രാൻസാക്ഷണൽ അനാലിസിസ്. ഇതിനെ കുറിച്ച് ഇത്രയാണ് പറയാനുള്ളത് ചുരുങ്ങിയ വാക്കുകളിൽ. ഇനി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഇതിനെ കുറിച്ച് അറിയാനോ പറയാനോ ഉണ്ടെങ്കിൽ ചോദിക്കാം. 8 മണിക്ക് സാർ, എനിക്ക് 8 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അപ്പോ അതുകൊണ്ട് അതിന്റെ മുന്നേ ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ. ഓക്കെ. താങ്ക് യു പ്രജുല മാം. ട്രാൻസാക്ഷണൽ അനാലിസിസ് അല്ലെങ്കിൽ TA അതിനെ കുറിച്ചിട്ടുള്ള ഒരു ബേസിക് ആയിട്ടുള്ള ഒരു വിവരമാണ് ഇപ്പോൾ ഇവിടെ മാം നൽകിയത്. അപ്പോൾ ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ അറിയാൻ എന്തായിരുന്നാലും നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യം ഉണ്ടാകും. അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ TA കുറിച്ചിട്ട് കൂടുതൽ എന്തെങ്കിലും ഇന്ന് പറഞ്ഞതുമായി ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ, ഫീഡ്ബാക്കുകളൊക്കെ പറയാനുള്ള അവസരമാണ്. സോ അംഗങ്ങൾക്ക് മൈക്ക് എടുത്ത് സംസാരിക്കാം. താങ്ക് യു പ്രജില മാം. ഞാൻ ആഗ്രഹിച്ച ഒരു ടോപ്പിക് ആയിരുന്നു. കുറെ നാളായിട്ട് ഞാൻ ഒരു കോഴ്സ്, TA ഒരു കോഴ്സ് ചെയ്യണം എന്ന് കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ സാഹചര്യങ്ങൾ മൂലം ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എന്താണ് ട്രാൻസാക്ഷൻ അനാലിസിസ് എന്ന് എനിക്ക് പറയാൻ പറ്റി. ഞാൻ ഇനി വരുന്ന സമയത്തിനനുസരിച്ച് ഞാൻ എന്തായാലും TA ചെയ്യും. നല്ലൊരു ടോപ്പിക്കാണ് TA എന്ന് എനിക്ക് ഇപ്പൊ തന്നെ ശരിക്കും മനസ്സിലായി. ഈ മറ്റുള്ളവരുടെ റിമോട്ട് കൺട്രോൾ നമ്മുടെ കയ്യിൽ വരിക എന്ന് പറയുന്നത് അതൊരു വലിയ, ഞാൻ തമാശക്കൊരു കാര്യം പറയാം. എന്റെ ഹസ്ബൻഡിനോട് ഞാൻ എപ്പോഴും പറയും, പുള്ളി പറയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ കേൾക്കണം എന്ന് പുള്ളിക്ക് നിർബന്ധമാണ്. നമ്മൾ എതിരൊന്നും പറയുന്നത് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, ഒരു റിമോട്ട് കൺട്രോൾ കൂടി അങ്ങ് ഫിറ്റ് ചെയ്യേ, അപ്പൊ പിന്നെ കംപ്ലീറ്റ്ലി നിങ്ങൾക്ക് എന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂലോ എന്ന് അമ്മാതിക്ക് ഞാൻ ഹസ്ബൻഡിനോട് എപ്പോഴും പറയാറുള്ള കാര്യം. അപ്പൊ അദ്ദേഹത്തെ എനിക്കും കൂടി ഒന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. നമ്മള് വിവാഹ ജീവിതത്തിൽ എപ്പോഴും അല്ലെ, വിവാഹ ജീവിതത്തിൽ എപ്പോഴും ഭാര്യ ഭർത്താവിനെയും ഭർത്താവ് ഭാര്യനെയും മാറ്റാൻ നടക്കുക ചെയ്യുക. എപ്പോഴും നന്നാക്കാൻ നടന്ന് ലൈഫ് കഴിയുന്നുള്ളതാണ്. പക്ഷെ TA പഠിക്കുമ്പോ റിമോട്ടൊക്കെ കിട്ടുന്നുള്ള ശരിയാണ്. പക്ഷെ ഒരു വ്യക്തിനെ അയാളായിട്ട് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ പഠിക്കും. നമ്മൾ കമ്മ്യൂണിക്കേഷനിലൂടെ കുറെയൊക്കെ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആവും. പക്ഷെ മാറ്റണം, മറ്റൊരാളെ മനസ്സിലാക്കാനുള്ള മനസ്സിലാക്കാം, അണ്ടർസ്റ്റാൻഡിങ്. നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എന്നുള്ള തലത്തിൽ നിന്ന് അണ്ടർസ്റ്റാൻഡിംഗ് എന്നുള്ള തലത്തിലേക്ക് മാറും. ഒരിക്കലും സക്സസ് അല്ല. അതെ, ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് അഡ്ജസ്റ്റ്മെന്റ്. അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വളരെ സ്മൂത്ത് ആണ്. എന്ന് വെച്ചാൽ ആളെ മാറ്റാനുള്ള ശ്രമം നമ്മൾ നിർത്തുകയും ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആണ്. നമ്മളെപ്പോഴും മാറ്റാൻ വേണ്ടി നടക്കാണ്. മറ്റാളെ എങ്ങനെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും നമ്മളെ പോലെ. ഒരു അതായത് ഞാന് അത്യാവശ്യം ഇങ്ങനെ പെർഫെക്ഷനിസ്റ്റ് പോലെ ഉള്ള ഒരാളാണ്. അത്യാവശ്യം ഇങ്ങനെ അടുക്കും ചിട്ടൊക്കെ വേണം. അപ്പൊ ഞാൻ എപ്പോഴും ചെന്ന് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എന്താണ് അങ്ങനെ വേണമെന്ന്, പക്ഷെ ആൾക്ക് അങ്ങനെ ഇല്ല. അപ്പോ നമ്മൾ ആ ഒരു ഇത് മെന്റാലിറ്റി മാറ്റി കഴിഞ്ഞാൽ തന്നെ എന്തായി, അവിടെ ആ ഒരു പ്രശ്നം തീർന്നു എന്നുള്ളതാണ്. ഇതിപ്പോ നമ്മൾ എത്ര പറഞ്ഞു കഴിഞ്ഞാലും ആ ഒരു രീതിയിലേക്ക് അവര് വരില്ല. അല്ലെങ്കിൽ അവര് ആഗ്രഹിക്കുന്ന ഒരു സംഭവം ചിലപ്പോ നമുക്കും പറ്റിക്കൊള്ളുന്നില്ല. അപ്പൊ അവിടെ ഈ പറഞ്ഞ പോലെ തന്നെ അഡ്ജസ്റ്റബിൾ എന്നതിനേക്കാൾ അണ്ടർസ്റ്റാൻഡ്. യെസ്, ഓരോരുത്തർക്കും ഓരോ പേഴ്സണാലിറ്റി ഉണ്ടാവുമല്ലോ. ആ പേഴ്സണാലിറ്റിയെ നമ്മൾ അംഗീകരിക്കുക, അവരോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. അപ്പൊ ആ രീതി നമ്മളല്ലേ ഭാര്യയും ഭർത്താവും ആണെങ്കിലും വേറെ വേറെ വീട്ടില് വേറെ വേറെ സാഹചര്യത്തിൽ വളർന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്കനുസരിച്ചുള്ള പേഴ്സണാലിറ്റി ആയിരിക്കും. അത് നമ്മള് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. അവര് ചെയ്യുന്നത് അവരെ ശരിയാണ്, നമ്മൾ ചെയ്യുന്നത് നമ്മളെ ശരിയാണ്. എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്നത് രണ്ട് ശരികൾ തമ്മിലാണ്. ഒരു ശരി തെറ്റും തമ്മിലല്ല പ്രശ്നം ഉണ്ടാവുക. അതെ, അത് ശരിയാ, തീർച്ചയായിട്ടും. നമുക്കെല്ലാം ശരിയാണല്ലോ, അവർക്കും അതുപോലെ തന്നെ അവരുടെ തീരുമാനങ്ങൾ അവരുടെ ശരി. നമുക്ക് ചുമ്മാ തോന്നുവാണ് അവര് ചെയ്ത് തെറ്റാന്ന് നമുക്ക് തോന്നുന്നു. നമ്മളെ ശരിയിലേക്ക് അവരെ കൊണ്ടുവരാൻ ശ്രമിക്കും, അവരെ ശരിയിലേക്ക് നമ്മളെയും കൊണ്ടുപോകാൻ ശ്രമിക്കും. എവിടെയെങ്കിലും എത്തൊന്നുമില്ല, എവിടെ എത്തില്ല. ഓക്കെ, താങ്ക് യു ലാലി. സോ സജ്ന മുസ്തഫയുടെ ഒരു കമന്റ് ഉണ്ട്, നൈസ് ക്ലാസ്, താങ്ക് യു ടീച്ചർ. ആൻഡ് വേറെ ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ്. അതൊരു സെഷൻ ആയിരുന്നു. കാരണം വെച്ചാൽ ഞാൻ ആദ്യം സാറെ കുറച്ച് ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ട്രാൻസാക്ഷൻ അനാലിസിസിനെ കുറിച്ച്. അപ്പോ എനിക്ക് എന്ത് സംഭവം ഒന്നും അറിയില്ല. പക്ഷെ ഇപ്പോ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ കഴിഞ്ഞിട്ടൊന്ന് ഡീറ്റെയിൽ പിന്നെ എന്തോ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാന്ന് തോന്നി. അപ്പൊ ഒന്ന് എന്ത് ആളുകളെ പിടിച്ചിട്ട് ഒരു ടോപ്പിക്കായിട്ട് എനിക്ക് തോന്നി.
പിന്നെ എനിക്കും കുറച്ച് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ച് പറയുമ്പോൾ ഡിഗ്രി വേറൊരു ഡിഗ്രിയാണ് എങ്കിലും ഇഷ്ടമുള്ള സബ്ജക്ട് ഈ സൈക്കോളജി തന്നെയാണ്. അപ്പോ എനിക്ക് ഒരു യങ് ഏജ് മുതൽ അറിയാം സൈക്കോളജി പഠിച്ച് നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ നമ്മുടെ ഇമോഷൻസ് ഇപ്പോ ഈ കമ്മ്യൂണിക്കേഷൻ അങ്ങനെ ഒരുപാട് നല്ല രീതിയിൽ ഡെവലപ്പ് കൊണ്ട് വരാൻ പറ്റും. പക്ഷെ ഈ ഒരു ടേം എന്താന്ന് ഇപ്പോഴാണ് ശരിക്കും എനിക്ക് മനസ്സിലായത്. അപ്പൊ ഇങ്ങനെ എന്തോ ഉണ്ട്, ഇതിൽ എന്തോ ഉണ്ട് എന്ന് മാത്രമേ മനസ്സിലായുള്ളൂ. പക്ഷേ ഇപ്പോ ഈ ഒരു സെഷൻ അറ്റൻഡ് ചെയ്തപ്പോഴാണ് ഈ ഒരു ടേം എന്താണ്, അല്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് എനിക്കെന്നല്ല നമ്മളെ ഈ ഇരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പോ മാം ഒരു ടീച്ചർ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പെക്ട് ചെയ്യും. ഇപ്പോൾ ഡിഗ്രി ആണെങ്കിൽ പോലും ഇപ്പൊ +2 ആ ഒരു ടൈം ഒക്കെ ആയപ്പോ ഈ ഒരു ഡിഗ്രിയെ പഠിച്ചവരൊക്കെ വന്ന് എത്ര നന്നായിട്ടുണ്ട്. കാരണം വെച്ചാൽ നമുക്ക് അറിയാം ഇപ്പോഴത്തെ ജസ്റ്റ് ഒരു ടൈം പാസ് പോലെ. ഇപ്പൊ ഞാൻ ടീച്ചേഴ്സിനെ കളിയാക്കല്ല, ജസ്റ്റ് ഞാൻ പറയാം. ഇപ്പോ ചില ടീച്ചേഴ്സ് ഒക്കെ ഉണ്ടാവും ഇപ്പൊ ഫോണും പിന്നെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അടിയും ബഹളമൊക്കെ. പക്ഷെ എനിക്ക് ഡിഗ്രിയെ പഠിച്ചതൊക്കെ ഇപ്പോ കുറവാന്ന് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പാരന്റ്സ് ആണെങ്കിൽ പോലും ഇത് നല്ല രീതിയിൽ എനിക്ക് വരെ തോന്നി ഈ ഒരു സെഷൻ അവർക്കും കൂടെ എടുത്ത് കൊടുക്കണം. അപ്പൊ ഇമ്പോർട്ടന്റ് ആയ ഒന്നാണ്. അപ്പൊ എനിവേ നല്ലൊരു സെഷൻ. താങ്ക് യു. പ്രായത്തിലൊക്കെ കിട്ടുന്ന ടി എ അല്ലെ, ഹൈസ്കൂള് ഹയർ സെക്കൻഡറിയിലൊക്കെ നമുക്ക് ടി എ കിട്ടിയ നമ്മൾ എവിടെ എത്തിയിരുന്നു അല്ലെ. ഇപ്പൊ തന്നെ ടി എ കിട്ടിയപ്പോ നമ്മളെ ലൈഫ് ശരിക്കും ചേഞ്ച് ആയി. നിങ്ങൾക്കൊക്കെ അല്ലേ ടി എ കിട്ടണം. ഒരുപാട് ഉയരത്തിലെത്താൻ പറ്റും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ക്ലിയർ ആയി കഴിഞ്ഞാൽ ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? സെക്കൻഡ് അപ്പോ ഈ ഒരു പേഴ്സ്പെക്റ്റീവ് ഇപ്പോ നമുക്കറിയാം, നമ്മളിപ്പോ ഓരോരുത്തരെയും ഓരോ പേഴ്സ്പെക്റ്റീവിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇപ്പോ മാം പറയുന്നതായിരിക്കും മാമിന്റെ ഭാഗത്ത് നോക്കുന്നത് ശരി, ഞാൻ പറയുന്നതായിരിക്കും ഞാൻ. പക്ഷെ ആർക്കും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാറില്ല. പലരും അവരുടേതായ പേഴ്സ്പെക്റ്റീവ് മാത്രമാണ് പിടിച്ചത്. എന്താ ശരി റിയലൈസ് ചെയ്യാൻ നോക്കാറില്ല പൊതുവെ. പക്ഷെ ഇത് അറിയില്ല കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ തോന്നുന്നു. ഓക്കെ, ഗുഡ്. താങ്ക് യു. സോ നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. വളരെ മനോഹരമായി തന്നെ ടി എനെ കുറിച്ച് പറഞ്ഞത് മാം ഇവിടെ തന്നു. അതേപോലെ തന്നെ മാമിനെ വെച്ച് നമുക്കൊരു കോഴ്സ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ടി എനെ കുറിച്ച് കൂടുതലായി അഡ്വാൻസ്ഡ് ആയിട്ട് അറിയാൻ താല്പര്യപ്പെടുന്നവർക്കൊക്കെ നമ്മുടെ ടി എയുടെ കോഴ്സിൽ ജോയിൻ ചെയ്യാം. അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ഗ്രൂപ്പിലൂടെ അറിയിക്കും. അതേപോലെ തന്നെ നാളെ നമുക്ക് ഇതേ സമയത്ത് സെക്സ്വാലിറ്റി എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട് നമ്മളോട് സംസാരിക്കുന്നത് നേരത്തെ നമ്മളോട് സംസാരിച്ച ലാലി ബിസ്മിലാണ്. സോ എല്ലാവരും നാളത്തെ സെഷനിലും ഉണ്ടാവുക. സോ പ്രജുല മാം വളരെ മനോഹരമായി തന്നെ ഒരു സെഷൻ കൈകാര്യം ചെയ്തു. താങ്ക് യു സോ മച്ച്. വേറെ എന്തെങ്കിലും പറയാനുണ്ടോ മാം? വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് എന്താ വെച്ചാൽ, ലോകം എന്ന് പറയുന്നത് നമ്മുടെ റിഫ്ലക്ഷനാണ്. നമ്മുടെ മിററാണ് ലോകം. അതായത് എല്ലാരെയും നമുക്ക് മാറ്റാൻ പറ്റില്ല. അപ്പൊ നമുക്ക് നാട് നീളല്ലേ പരവതാനി ഇരിക്കുന്നത് പ്രായോഗികമല്ല. നമുക്ക് ചെരുപ്പിട്ട് നടക്കുക എന്നുള്ളതാണ്. ആ ചെരുപ്പാണ് ടി എന്ന് പറയാം. നമ്മള് ശരിക്കും നമ്മൾ ചിരിച്ചു കഴിഞ്ഞാൽ ഏതൊരു സ്ട്രേഞ്ചർ ആണെങ്കിലും ഒന്ന് ചിരിച്ചു നോക്കും, തിരിച്ചു ചിരിക്കും, ഒരു സംശയവും ഇല്ല. അപ്പൊ ചിരി ഒരു കമ്മ്യൂണിക്കേഷൻ, എപ്പോഴും വാക്കുകൾ മാത്രമൊന്നുമല്ല കമ്മ്യൂണിക്കേഷൻ. അപ്പൊ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏതൊരു സ്ട്രേഞ്ചർ ആണെങ്കിലും നമുക്ക് വളരെ എല്ലാവരുമായിട്ട് എന്താ പറയാ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കാനും നല്ലൊരു ഇതായിട്ട് മാറാൻ പറ്റും. നമ്മുടെ ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. നല്ല ഉയരങ്ങളിലെത്താൻ പറ്റും. ചെറിയ കുട്ടികളാകുമ്പോൾ തന്നെ ടി എ കിട്ടണം. എങ്കിലും വൈകിട്ടാണെങ്കിലും എപ്പോഴാണെങ്കിലും ടി എ നമ്മുടെ ലൈഫിലേക്ക് വരട്ടെ. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകും. താങ്ക് യു സർ. താങ്ക് യു പ്രജുല മാം. താങ്ക് യു ഓൾ. ബൈ. ഗുഡ് നൈറ്റ്.